ഇപ്പം ഈ ഒരു വീഡിയോ കനിമൊഴിയും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഈ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് അല്ലെങ്കിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് തുടർന്ന് കനിമൊഴി സംസാരിക്കുന്നിടയിൽ വെച്ച് സുരേഷ് ഗോപി ആംഗ്യം കാണിക്കുന്നത് കഥകളി മുദ്ര കാണിച്ചു, അതിവിടെ അല്ല കാണിക്കേണ്ടത്, ഇത്തരത്തിലൊക്കെയാണ് ഈ ഒരു സംഭവം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കനിമൊഴി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാട് തൂത്തുക്കുടി കോൺസ്റ്റിറ്റ്യുവൻസിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള MP ആണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു സൈക്ലോൺ നടന്നതും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഇപ്പം നന്നായിട്ട് അവിടെ വെള്ളപ്പൊക്കം അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മഴയും തുടർന്നൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അവർ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. കുറേയധികം വർഷങ്ങളായിട്ട് ഇതുപോലെ ഫ്ലഡ് അല്ലെങ്കിൽ സൈക്ലോൺസ് ഒക്കെ തുടർച്ചയായിട്ട് തമിഴ്നാടിനെ ബാധിക്കുന്നുണ്ട്. അവരുടെ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ടുള്ള തൂത്തുക്കുടിയെയും ബാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല തവണയായിട്ട് ഈ പറയുന്ന NDRF, അതായത് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ട്, അതിലേക്ക് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അത് കേന്ദ്രത്തിനോട് ചോദിക്കുന്ന സമയത്ത് പലതവണ അവഗണന മാത്രമാണ് തരുന്നത് അല്ലെങ്കിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അവർ ഓരോ ലിസ്റ്റ് അടക്കം നിരത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അവർ കേരളത്തെക്കുറിച്ച് കൂടി പരാമർശിക്കുന്നത്. അതായത് കേരളത്തിൽ ഇപ്പം നടക്കുന്നൊരു സംഭവം ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്, വയനാട് പുനരധിവാസം എന്ന് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് കോൺഗ്രസ് ആയാലും ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ആയാലും അങ്ങനെ എല്ലാ തരത്തിലുള്ള പാർട്ടി ഭേദമന്യേ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം വയനാട് പുനരധിവാസം എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ ആവശ്യകതയാണതെന്ന് പറയുന്നത്, സാധാരണ ജനങ്ങളുടെ. അപ്പം അതിനുവേണ്ടി എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്, രാഷ്ട്രീയ ഭേദമന്യേ. അപ്പം അതുകൂടി അവരെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പറയുന്ന സമയത്താണ്, അതിനോടനുബന്ധിച്ചാണ് സുരേഷ് ഗോപി അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ രണ്ട് പോയിക്കും കൈയും കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ആംഗ്യം കാണിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന മറുപടി ഉണ്ട്, ഇത് തന്നെയാണ് സാർ നമ്മളോടും ഈ കേരളത്തിനോടും കുറേ വർഷങ്ങളായിട്ട് ഈ പറയുന്ന യൂണിയൻ മിനിസ്ട്രി കാണിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വായ്പ ചോദിച്ചാൽ അല്ലെങ്കിൽ വായ്പ അല്ല, സഹായം ചോദിച്ചിട്ട് കൈമലർത്തി കാണിക്കുക തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ ഒരു ചെറിയ വേഷം മാത്രം എടുത്തിട്ടാണ് ഇത്രയും വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്ന് വെച്ചാൽ പാർട്ടി ഭേദമന്യേ ഒരു നാട് നമ്മൾ കണ്ടതാണ്, ആ ഒരു ദുരന്തം എങ്ങനെയാണ്, വയനാട്ടിൽ നടന്ന ദുരന്തം എങ്ങനെയാണെന്നും അവർക്ക് എന്തുമാത്രം അവരുടെ ജീവിതം ഇനി കെട്ടിപ്പൊക്കേണ്ടതുണ്ട്, എത്രമാത്രം അവരുടെ കൂടെ ഉണ്ടായിരുന്ന സപ്പോർട്ടിനായിട്ടുണ്ടായിരുന്ന മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ടു, ഭർത്താവിന് ഭാര്യ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, ഒരു കുടുംബത്തിൽ അനേകം പേരെ നഷ്ടപ്പെട്ടു. അങ്ങനെ കഴിയുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, നിരന്തരമായിട്ട് ഈ പറയുന്ന ഈ ഭൂമി ഇടിച്ചിലല്ലെന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ, ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ അവിടെ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു പുനരധിവാസം എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു സ്റ്റഡിയുടെ ആവശ്യമുണ്ട്, ഒരു പഠനത്തിൻ്റെ ആവശ്യമുണ്ട്. ഇനി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ഇവിടെ പുനരധിവസിക്കാൻ കഴിയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുന്നേ നമ്മുടെ ഹൈക്കോടതി തന്നെ നേരിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അവിടുന്ന്, അതായത് കേന്ദ്ര സർക്കാർ ഇന്ന് ഫണ്ട് കിട്ടണമെങ്കിൽ ഇനി ബാക്കി ബാലൻസ് നമ്മുടെ ദുരിതാശ്വാസ നിധിയിൽ എത്ര ഉണ്ട് എന്നൊരു സംഭവമുണ്ട്. അത് 677 കോടിയോളം ബാക്കി ബാലൻസ് കാണിക്കുന്നതായിട്ടാണ് വെളിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ട്. അത് ഇവിടുന്ന് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട്. പക്ഷേ അതിൻ്റെ ഓഡിറ്റിംഗ് കണക്കൊന്നും ശരിയല്ല. അപ്പോൾ ആ കണക്ക് ആദ്യം ശരിയാക്കും. എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി വേണ്ടത്, എത്ര തുകയാണ് ബാലൻസ് അതിനകത്തുള്ളത്, ഇനി എത്ര രൂപ കൂടി നീക്കിയിരിപ്പുണ്ട്, വേണ്ടതുണ്ട്, ഇങ്ങനെയുള്ള കണക്കുകൾ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു മീഡിയേറ്ററായിട്ട് കോടതി തന്നെ നിൽക്കാം എന്ന തരത്തിലേക്ക് ഒരു സംസാരം ഉണ്ടായതാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട, ആ കണക്കുകൾ കൃത്യമായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം വാർത്ത കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്, കർണാടക മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ, തെലങ്കാന മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ദുരന്തം സംഭവിച്ച സമയത്ത് കർണാടക സർക്കാർ നമുക്ക് സഹായം നൽകിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ സഹായ വാഗ്ദാനങ്ങൾ നൽകാം എന്നുള്ളൊരു സംഭവം തന്നോട്, ഇത്ര വീട് വെച്ച് നൽകാമെന്നൊരു ആ സംഭവത്തിനകത്ത് നമ്മുടെ സർക്കാരുമായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ബന്ധപ്പെട്ടിട്ടും അതിനുള്ള ഭൂമി അല്ലെങ്കിൽ സ്ഥലം, അതിന് കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ ഇതുവരെ നമ്മുടെ സംസ്ഥാന സർക്കാർ അവർക്കത് കൈമാറിയിട്ടില്ല. ഇത് തന്നെ തെലങ്കാനയിലെ ഗവൺമെൻറ്റും കർണാടക സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് എന്നൊരു വാദഗതി കൂടി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു ഫണ്ടിന് വേണ്ടി മാത്രം കാത്തിരുന്ന പുനരധിവാസം നടത്തുക എന്നൊരു സംഭവമല്ലല്ലോ ഇതിനകത്തിരിക്കുന്നത്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലുള്ള എത്രയോ ആൾക്കാർ ഇവിടെ കൃത്യമായിട്ട് ഭൂമി വിട്ട് നൽകാമെന്ന് പറഞ്ഞ ബോച്ചയടക്കം ആൾക്കാരുണ്ട്. എത്രയോ ഏക്കർ ഭൂമികൾ നൽകാമെന്ന് പറഞ്ഞ എത്രയോ ആൾക്കാരുണ്ട്. ഇനി എത്രയോ കോടിക്കണക്കിന് രൂപ നൽകിയ ആൾക്കാരുണ്ട്, ഇനിയും നൽകാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്, മോഹൻലാൽ ട്രസ്റ്റൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞൊരു സ്കൂളിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ കെട്ടിടപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ഏറ്റെടുക്കാമെന്ന് വരെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇതിനൊരു പഠനം പൂർത്തിയാക്കേണ്ടതുണ്ട്. നമ്മുടെ ഗവൺമെൻറ് ചെയ്യേണ്ട ആണല്ലോ അത്. ആ റിപ്പോർട്ട്സ് കൃത്യമായിട്ട് ഏത് ഭൂഭാഗമാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്, ഏത് പ്രദേശങ്ങളാണ് ഇനി ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത്, അവിടെ പുനരധിവാസം സാധ്യമല്ലാത്തതാണ്, അല്ലെങ്കിൽ എവിടെയൊക്കെ പറ്റും, ഈ ഉരുൾപൊട്ടൽ ഉള്ളതെടുത്ത് തന്നെ എത്രയൊക്കെ പ്രദേശങ്ങളിൽ പറ്റും, എത്ര വീടുകൾ ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട്, ഇനി എത്ര വീടുകൾ വെക്കേണ്ടതുണ്ട്, ഇങ്ങനെ ഒരുപാട് കണക്കുകളുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കണക്കുകളുണ്ട്. അപ്പം ഇത്രയും കണക്കുകൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരാണ് ശേഖരിക്കേണ്ടത്, സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ പഠനം പൂർത്തിയാക്കേണ്ടത്, അതിൻ്റെ റിപ്പോർട്ട്സ് ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത്. അത് അവരുടെ ബാധ്യതയാണ്. അതല്ലാതെ സെൻട്രൽ ഗവൺമെൻറ് ഫണ്ടും കൊടുക്കാനും സെൻട്രൽ ഗവൺമെൻറ് ഇവിടുത്തെ കണക്കെടുക്കാനും കൂടി വന്നിരിക്കില്ലല്ലോ സ്വാഭാവികമായിട്ടും. അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികൾ കംപ്ലീറ്റ് ആയിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയുക എന്നൊരു സംഭവമുണ്ട്. നമ്മുടെ പക്ഷത്തുള്ള, നമ്മുടെ സൈഡിലുള്ള കാര്യങ്ങളെല്ലാം ശരിയായി ചെയ്തതിന് ശേഷമാണ് സെൻട്രൽ ഗവൺമെൻറ് മുന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള അവഗണന ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആഞ്ഞടിച്ച് പ്രവർത്തിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക. അതൊരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അവിടെ താമസിക്കുന്ന, അല്ലെങ്കിൽ വയനാട് എന്ന് പറയുന്നത് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന കാര്യമാണ്. നമുക്കറിയാം പ്രളയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വയനാടിനെ മാത്രം മുക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. പ്രളയം 18-ലെ പ്രളയം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. എവിടെ വേണമെങ്കിലും ബാധിക്കാവുന്നതാണ്, ആർക്ക് വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് നാളെ ഇതൊക്കെ സംഭവിക്കുമ്പോൾ നമുക്കും ഈ പുനരധിവാസം അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സംഭവിക്കേണ്ടതാണ്. അപ്പം അവരോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ആ പാവപ്പെട്ട ജനങ്ങളുടെ കുഴപ്പം നമ്മൾ നിൽക്കുക എന്നൊരു സംഭവമുണ്ട്. അതിന് ഈ ഒരു രാഷ്ട്രീയത്തെ മാത്രം ഇങ്ങനെ വേറിട്ടടിച്ചുകൊണ്ട് മത്സരിക്കുക എന്നൊരു സംഭവമല്ല. ഇവിടെ ചെയ്യേണ്ടത് ഇങ്ങനത്തുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ്, ഇങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങളാണ്. കർണാടക സർക്കാരിൻ്റെ സഹായം നമ്മൾ ഏറ്റുവാങ്ങേണ്ടതാണ്. തെലങ്കാന സഹായം നൽകാൻ മുൻപ് അത് ഏറ്റുവാങ്ങേണ്ടതാണ്. അതിനുള്ള ഭൂമി നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അത് ചെയ്യേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാരാണ്. ഈ പറഞ്ഞ റവന്യൂ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോണ കാര്യമാണ്. അപ്പം അത് എത്രത്തോളം കൃത്യമായി ചെയ്തു എന്നുള്ളതൊന്നും ആരും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ എവിടെയും കാണുന്നില്ല. അതെന്താണ് ചോദിക്കാത്തതെന്ന് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമ്മളെപ്പോഴും നമ്മുടെ ഭാഗം റൈറ്റാക്കി ശരിയാക്കി വെച്ചിട്ട് വേണ്ടേ മറ്റൊരു തലത്തിലേക്ക് പോകാം. പിന്നെ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഉണ്ടായൊരു കാര്യം എന്ന് പറഞ്ഞാൽ എയർലിഫ്റ്റിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ആ ഒരു കോടിക്കണക്കിന് രൂപ, 100 സംതിങ് ആണെന്ന് തോന്നുന്നു, എത്രയോ കോടി രൂപ തിരികെ അടയ്ക്കണം എന്ന് പറയുന്നൊരു സംഭവം. അതൊക്കെ ഈ ഒരു ഘട്ടത്തിൽ സത്യത്തിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന സമയത്ത് അതൊക്കെ ചോദിക്കുക എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയെന്ന് പറയുന്നത്. കാരണം ഇവിടെ എന്തോ മത്സരം നടക്കുന്നത് പോലെയാണ് എനിക്കൊരു ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാർ സെൻട്രൽ ഗവൺമെൻറ് തമ്മിൽ എന്തോ ഒരു അടി നടക്കുന്നത് പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനിടയിൽ പെട്ടുപോകുന്ന ഒരു കൂട്ടം പാവം ജനങ്ങളുണ്ടെന്ന് ഇവർ രണ്ടുപേരും തിരിച്ചറിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷേ ഇന്ന് വി മുരളീധരൻ കുറച്ച് മുന്നേ വാർത്തയുള്ള സമ്മേളനത്തിൽ എന്തോ പറഞ്ഞൊരു സംഭവമുണ്ട്, അല്ലെങ്കിൽ അതിലൊരു ക്ലിപ്പ് വന്നിട്ടുണ്ട്. സംഭവം അതായത് ഈ പൈസ തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല എന്നൊരു സംഭവം. അതങ്ങനൊരു എന്തോരുന്നത് അതൊരു ഭാഗമാണ്, ലീഗലി മുന്നോട്ട് പോകേണ്ട ഒരു സംഭവം മാത്രമാണ്, അതിനുവേണ്ടി മാത്രം പറഞ്ഞതാണ്. പൈസയൊന്നും തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ലെന്ന് ഈ മുരളീധരൻ പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പോയതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഇത്രയും കോടി രൂപ അങ്ങോട്ട് കൂടി തിരിച്ചടയ്ക്കണം എന്ന് പറയുന്നത് അത്ര ശരിയായിട്ട് എനിക്കും തോന്നിയിട്ടുള്ളൊരു കാര്യമില്ല. കാരണം ഇത്രയും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരുപാട് അലംഭാവങ്ങളുണ്ട്, ഒരുപാട് എന്താ പറയുക, ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്യാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് എവിടെ നിന്നൊക്കെ സഹായം കിട്ടാമോ ആ സഹായങ്ങളെയൊക്കെ ഒത്തുചേരുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുക, അതിലൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരുപാട് വീഴ്ച പറ്റും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇത് കാത്തിരിക്കുന്ന ഒരു കൂട്ടം പാവം ജനങ്ങളുണ്ട്. നമ്മളായാൽ പോലും ഒരു ബന്ധുവീട്ടിൽ പോയി എത്ര നാളാണ് കിടക്കുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കഴിയാന്ന് പറയുന്നത്, നമുക്ക് അവിടെ എത്രത്തോളം പ്രൈവസി കിട്ടും. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ, നമ്മുടെ പഠിത്തം അല്ലെങ്കിൽ ജോലി, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ആ ജനതയ്ക്ക് സ്ഥലം വേണം, അവരുടെ കുടുംബം നേരെയാക്കി എടുക്കണം, ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണെന്ന് അവർ ഉണ്ടാക്കിയെടുക്കണം. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എത്ര നാളത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ, ഇപ്പം തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് എത്ര നാളായി ഈ ഒരു ദുരന്തം സംഭവിച്ചു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതിനെ നേരെയൊക്കെ എടുക്കാന്നൊരു സംഭവമുണ്ട്. പിന്നെ സുരേഷ് ഗോപി അടക്കമുള്ള MP-മാർ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഇതിൽ ഏറ്റവും നമുക്കറിയാം, ജോർജ് കുര്യനൊക്കെ അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെമ്പറാണ്. അപ്പം അദ്ദേഹമൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടേണ്ട സഹായങ്ങൾ നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് വാസ്തവം. പക്ഷേ ആ നേടിയെടുക്കാൻ കഴിയാൻ ശ്രമിക്കുന്ന സമയത്ത് കുറ്റം പറയുന്നതിലപ്പുറത്തേക്ക് നമ്മൾ ചെയ്യേണ്ട പ്രവർത്തികൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു വെക്കുക എന്നൊരു സംഭവമാണ്. അത് ചെയ്തു വെച്ചിട്ടും അവർ ആ സഹായം നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ അവർക്കെതിരെ തിരിയും എന്നുള്ളത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ രാഷ്ട്രീയത്തിൻ്റെ ചേരിതിരിവോ ഒന്നുമല്ല കാണിക്കേണ്ടത്. ഇവിടെ ഒരു വിഭാഗം ജനങ്ങളുടെ അവരുടെ ജീവിതമാണ്, അവരുടെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചുള്ള കാര്യമാണ്, അവരുടെ അന്നത്തിനെ കുറിച്ചുള്ള പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അപ്പം അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കേണ്ടത്.